ഇന്നത്തെ എപ്പിസോഡിൽ കിടിലൻ ട്വിസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ പ്രേക്ഷകർ ഏറെ നാളുമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന അമ്മായിയമ്മ മരുമകൾ തമ്മിലുള്ള സ്നേഹം പുറത്തു വരികയാണ്. ദേവയാനി ഇത്രയും നാളും ഉള്ളിലടക്കി പിടിച്ച സ്നേഹം ദേവയാനി പോലും അറിയാതെ നയനയ്ക്ക് മുന്നിൽ പുറത്തു വരികയാണ്. ഇനി മറ്റൊരു നിവൃത്തിയില്ല ദേവയാനിക്ക്. ദേവയാനി നയനയ്ക്ക് മുന്നിൽ കീഴടങ്ങുകയാണ്. നമ്മൾ പ്രേക്ഷകർ ഏറെ നാളും കാണാൻ ആഗ്രഹിച്ച ആ അമ്മായിയമ്മയും മരുമകളും ഒന്നായി. ഇവർ തമ്മിൽ എങ്ങനെ ഒന്നായെന്ന് അറിയേണ്ടി ആ ഒരു കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ദേവയാനി ഓഫീസിലോട്ട് വരുന്നതാണ്. ആദർശിനെ നയനെയും കാണാൻ വേണ്ടിയിട്ട് ആദ്യം ആദർശിന്റെ മുറിയിലോട്ട് കയറുന്നുണ്ട്. ആദർശ് ഓഫീസിൽ എന്തൊക്കെയോ വർക്കിൽ ബിസിയാണ് കേട്ടോ. ആ സമയത്ത് അമ്മ അകത്തേക്ക് കയറുന്നത് കണ്ടപ്പോ ആദർശ് നോക്കുന്നുണ്ട്. ആഹാ, അമ്മയോ? അമ്മ ഇതെന്തോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഓ, എനിക്ക് എന്റെ മകനെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുന്നറിയിപ്പൊക്കെ വേണോ? ഏയ്, അങ്ങനെയല്ല അമ്മേ. അമ്മ കുറെ നാളായില്ലേ ഇപ്പൊ ഓഫീസിലോട്ടൊക്കെ വന്നിട്ട്. അപ്പോ പെട്ടെന്ന് കണ്ടപ്പോ ചോദിച്ചതമ്മേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഫുഡ് കഴിച്ചോ? ആ, അത് പറഞ്ഞപ്പോഴാ. ഇല്ലമ്മേ, ഫുഡ് ഇപ്പൊ കഴിക്കണം. ഇന്ന് ഓഫീസിലെ വർക്കിൽ കുറച്ച് ബിസി ആയി പോയി. 1-2 ക്ലയൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് സംസാരിച്ച് സമയം ഒരുപാട് പോയി. ആദർശേ, നീ എന്നും മരുന്ന് കഴിക്കുന്നതാ, അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. ഓഫീസിലെ കാര്യങ്ങൾ തിരക്കുണ്ടെന്ന് കരുതി ഭക്ഷണം കഴിക്കാതിരിക്കരുത്. ഓഫീസിലെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്യാം. അത് അങ്ങനെ തന്നെയാണമേ. പക്ഷേ ഇന്ന് ക്ലയൻസ് വെയിറ്റ് ചെയ്യായിരുന്നു. ആ, ഇനി ഓരോന്ന് പറഞ്ഞ് സമയം കളയണ്ട, ഭക്ഷണം എടുത്ത് വെച്ച് കഴിച്ചോ. ഇതൊക്കെ പറയുന്നതും ദേവ്യാനി പല ഭാഗത്തോട്ട് ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ. കാരണം ആരെ തിരക്കുന്നത് നയനെ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കാണ്. ഇത് കണ്ടപ്പോ ആദർശ് വയ്ക്കുന്നുണ്ട്. അമ്മ ആരെങ്കിലും നോക്കുകയാണോ? ഏയ്, ആര് നോക്കാൻ? അല്ല, അമ്മ വന്നപ്പോ മുതലേ ആരെയോ നോക്കുന്നത് പോലെ. ഓ, വേറൊന്നും അല്ല. അല്ല, രാവിലെ ഒന്നും അവിടുന്ന് വീട്ടിൽ നിർത്തി നിന്റെ കൂടെ ഇറങ്ങി പോരാറുണ്ടല്ലോ, അവൾ എവിടെയെന്ന് നോക്കിയതാ. ഓ, നയനയാണോ? നയന ക്യാബിനിൽ കാണുമേ. അല്ല, അവൾ ഇവിടെയല്ലേ ഇരിക്കുന്നത്? അല്ലമ്മേ, ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തതായിരുന്നു. പക്ഷേ നയനയാ പറഞ്ഞത് അവൾ പുറത്തിരുന്നോളാന്ന്. ഇവിടെ ഭയങ്കര എ സിയുടെ തണുപ്പാ. ക്ലയൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് എ സിയുടെ തണുപ്പ് കുറച്ച് വെക്കാനും പറ്റത്തില്ല. അല്ല, അവള് നിന്റെ കൺമുമ്പിൽ തന്നെ ഇരിക്കുന്നതാ നല്ലത്. അതെന്താ അമ്മേ? അത് വേറൊന്നും കൊണ്ടല്ല. ഇനി അവൾക്കെങ്ങാനും ക്യാബിൻ കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീട്ടിലോട്ട് പോയാലോ? അമ്മയ്ക്കിതെന്താ പറ്റിയത്? അമ്മ ഇടയ്ക്ക് കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്. ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ നയന വീട് വിട്ട് ഇറങ്ങി പോവോ? പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ അമ്മ പെർമിഷൻ കൊടുത്തതുകൊണ്ട് അവള് ഭയങ്കര ഹാപ്പിയാ. അവക്ക് ഇനി എവിടെ ജോലി കൊടുത്താലും ഒരു കുഴപ്പമില്ല. ആ, എന്താന്ന് വെച്ചാ ചെയ്യ്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. അവള് വന്നാലും നിന്നാലും പോയാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിനക്കും നിന്റെ അച്ഛനും മുത്തശ്ശനും ഒന്നും അവളില്ലാതെ പറ്റില്ലല്ലോ. ആ സമയത്താണ് നയന അങ്ങോട്ട് വരുന്നത്. ആ അമ്മേ, നയന ഇതാ വരുന്നു. നയന ദേവിയനെ കണ്ടപ്പോ തന്നെ പറയുന്നുണ്ട്. അമ്മ ഇതെപ്പോ വന്നു? അമ്മ മുന്നേ ഒന്നും പറഞ്ഞില്ലല്ലോ വരുന്നത്. ഷെടാ, എനിക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരാൻ നിന്റെ അനുവാദം വേണോ? ഇത് കേട്ടപ്പോ നയന ആദർശിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, അമ്മ ഇപ്പൊ കുറെ നാളായാലും ഓഫീസിലോട്ട് കണ്ടിട്ട്. അതിന് പുറമെ എല്ലാരും ചോദിക്കുന്നതാ. ആ, എനിക്ക് മനസ്സിലായി. ചിലർക്കൊന്നും ഇവിടെ ഞാൻ വന്നത് പിടിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. അപ്പൊ നയന പറയുന്നുണ്ട്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മ ഇപ്പൊ ഇവിടെ കണ്ടപ്പോ എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ? അല്ലേനും ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഒന്ന് കുടുംബക്ഷേത്രം വരെ പോയി തിരിച്ചു വരുമ്പോ ഇവിടെ ഒന്ന് ഇറങ്ങണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, എന്നാലും അമ്മ ഇവിടേക്ക് വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, അല്ലേ നയനെ? അതെ ആദർശേട്ടാ. ഓ, നിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. അപ്പൊ ആദർശ് പറയുന്നുണ്ട്. അമ്മേ, ഞാൻ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് എത്തും. അതുകൊണ്ട് അമ്മ പോകുമ്പോ നയനയും കൂടി കൂട്ടിക്കോ. അതെന്താ നീ ഇന്ന് ലേറ്റ് ആവുന്നത്? അമ്മേ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുറച്ച് ക്ലയൻസ് വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇന്ന് 2 പേരെ വന്നോളൂ. ബാക്കിയുള്ളവർ വരുമ്പോഴേക്കും സമയം ഒരുപാടാവും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരാളെ കാണാനും പോവാനുണ്ട്. അതൊക്കെ കഴിഞ്ഞെത്തുമ്പോ ഞാൻ ലേറ്റ് ആവും. ശരി. അല്ല, അതിന് ഇവളെന്റെ കൂടെ വരുമോ? അമ്മേ, എനിക്കെന്താ അമ്മയുടെ കൂടെ വരുന്നതിന്? ആരായാലും വരുന്നുണ്ടെങ്കിൽ പോരെ, ഞാൻ പോവാ. അയ്യോ, അമ്മ പോവാണോ? ഞാൻ കരുതി അമ്മ കുറച്ചേരം കൂടി ഇവിടെ ഉണ്ടാകുന്നു. നയന ഒന്നും കഴിച്ചിട്ടില്ലമ്മേ. ഇത് കേട്ടപ്പോ ദേവ്യാനിക്ക് ആകെ വിഷമാവാട്ടോ. അപ്പൊ ദേവ്യാനി ചോദിക്കുന്നുണ്ട്. എന്താ, നയനയൊന്നും കഴിച്ചിട്ടില്ലേ? ഇല്ലമ്മേ. അല്ല, സമയം 3 മണിയായില്ലേ? ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞ? അത് പിന്നെ അമ്മേ, നയന എന്നെയും കാത്തു നിൽക്കുന്നതാ. ഞാൻ ഒരുപാട് തവണ അവളോട് പറഞ്ഞു കഴിച്ചോളാൻ. അതെ, അവനാന്റെ ആരോഗ്യം ശ്രദ്ധിച്ചാ അവനവന് നല്ലതാ. സമയം 3 മണിയായിട്ടും ഒന്ന് കഴിച്ചില്ലെന്ന് പറഞ്ഞാ കുഴപ്പമില്ലമ്മേ, ഞാൻ വീട്ടിൽ വന്നിട്ട് എന്തേലും കഴിച്ചോളാം. വേണ്ട, ഞാൻ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. നീ ഇവിടുന്ന് എന്തേലും കഴിക്കി. വേണ്ട അമ്മേ, ഞാൻ അവിടെ വന്നിട്ട് കഴിച്ചോളാം. എന്നിട്ടെന്തിനാ നിന്നെ പട്ടിണി കെടുത്തിയെന്നും പറഞ്ഞ് നിനക്ക് നിന്റെ വീട്ടിലോട്ട് ഓടി പോവാനോ? എന്നിട്ട് വേണം ഇവരെല്ലാം കൂടി എന്നെ പഞ്ഞിക്കിടാൻ. അമ്മേ, ഇന്ന് ഓഫീസിലേക്ക് കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. വീട്ടിൽ എന്തേലും ഉണ്ടാക്കിയിട്ടുണ്ടോ? വീട്ടിൽ ഒരുവിധം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ നയനെ വീട്ടിൽ വന്നിട്ട് കഴിച്ചോട്ടമ്മേ. എന്നാ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. അങ്ങനെ അതും പറഞ്ഞ് ദേവ്യാനി നയനെയും കൊണ്ട് കാറിൽ കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ദേവ്യാനി ചോദിക്കുന്നുണ്ട്. അല്ല, നിനക്ക് നിന്റെ വീട്ടിലോട്ടോ മറ്റോ പോണോ? അപ്പൊ നയന പറയുന്നുണ്ട്. ഏയ്, വേണ്ടമ്മേ. അല്ല, എന്നാലും ഇതുവഴി പോകുന്ന വഴിക്കല്ലേ നിന്റെ വീട്. അവിടെയൊന്ന് കയറിയില്ലെങ്കിൽ നിനക്ക് വിഷമാവില്ലേ? ഇത് കേട്ടപ്പോ നയന ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്.
അമ്മയ്ക്ക് ഇത് എന്ത് മാറ്റാ? സത്യം പറഞ്ഞ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയാണ് അമ്മ ഇങ്ങനെ മാറിയതെങ്കിലും എന്തോ അമ്മയ്ക്ക് വല്ലാത്തൊരു ചേഞ്ചാ ഉണ്ടായത്. അതെ, ആലോചിക്കാനുള്ള സമയമല്ല. നീ എന്താ ആലോചിക്കുന്നത്? പോകുന്നുണ്ടെങ്കിൽ ഡ്രൈവറോട് പറ. എങ്കിൽ പിന്നെ പോവാമ്മേ. അപ്പൊ ദേവേനി പറയുന്നുണ്ട്, നയനയുടെ വീട്ടിലോട്ട് പോവാം. ശരി മാഡം. അങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫ്രൂട്ട്സ് കട കണ്ടപ്പോൾ ദേവീനെ അവിടെ നിർത്താൻ പറയുന്നുണ്ട് ഡ്രൈവറോട്. അതെ, ഈ ഫ്രൂട്ട്സ് കടയുടെ മുന്നിൽ ഒന്ന് സൈഡാക്ക്, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനാ. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ? നീയും കൂടി ഇറങ്ങ്. ഇതും പറഞ്ഞ് അവര് രണ്ടുപേരും ഫ്രൂട്ട്സ് കടയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, അമ്മേ നമ്മൾ എന്തിനാ ഇവിടെ ഇറങ്ങിയത്? എന്താ നിനക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ലേ? ഇത് ഫ്രൂട്ട്സ് കടയാ. ഇവിടെ ഇറങ്ങുന്നത് ഫ്രൂട്ട്സ് വാങ്ങിക്കാനാ. ഒരു വീട്ടിലോട്ട് കൈയും വീശി പോകുന്നത് എനിക്കിഷ്ടമല്ല. എന്നാലും അമ്മേ, അവിടേക്ക് ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇതെന്റെ ഇഷ്ടാ. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ വാങ്ങുന്നത്. നിന്റെ വീട്ടുകാര് വെറും കൈയോടെ അല്ലല്ലോ അനന്തപുരിയിലോട്ട് വരുന്നത്. അവരെ കൊണ്ട് കഴിയുന്നത് അവർ കൊണ്ടുവരുന്നില്ലേ? അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്നതും ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും കൊണ്ടുപോകും. അതിൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് ഇല്ലമ്മേ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, 2 കിലോ ആപ്പിൾ എടുത്തോളൂ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് റോഡിലൂടെ അനാമിക അവളുടെ അച്ഛനും അമ്മയും കാറിൽ പോകുന്നത്. ആ സമയത്ത് രേവതി ദേവ്യാനി ഇങ്ങനെ കാണുന്നുണ്ട്. ദേ വേണുട്ടാ, ഒന്ന് ചവിട്ടിക്കേ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഓ അമ്മയ്ക്ക് എന്താ അമ്മേ? അപ്പൊ വേണു പറയുന്നുണ്ട്, രേവതി, മനുഷ്യന്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല, പിന്നെ എന്തിനാ നീ എന്നെ ഇവിടെ ചവിട്ടിച്ചത്? കഴിഞ്ഞോ? അച്ഛനും മകൾ എന്നെ കുറ്റപ്പെടുത്തിയത് കഴിഞ്ഞോ? ഞാനൊന്നും വാങ്ങിക്കാനല്ല ഇവിടെ നിർത്താൻ പറഞ്ഞത്. നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കി ആ ഫ്രൂട്ട്സ് കടയുടെ അടുത്തേക്ക്. അവിടെ 2 പരിചയക്കാർ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോ അനാമികയും വേണു അങ്ങോട്ട് നോക്കാണ് കേട്ടോ. അയ്യോ അമ്മ, ഇത് വല്യമ്മയല്ലേ? അതെ, നിന്റെ വല്യമ്മ തന്നെ. മരുമകൾക്ക് ഫ്രൂട്ട്സ് വാങ്ങി കൊടുക്കുക, ശരീരം പുഷ്ടിപ്പെടുത്താൻ. അപ്പൊ വേണു പറയുന്നുണ്ട്, ഇവർക്കിത് എന്തു പറ്റി? വല്ലാത്തൊരു മനമാറ്റം തന്നെ കേട്ടോ. ഇവളെ കൺമുമ്പിൽ കാണുന്നത് പോലും ആ ദേവ്യാനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ ഇതെന്താ ഇത്രയും മാറ്റം? അച്ഛാ, വേറൊന്നും അല്ല, ഇവളെന്തോ കൈവശം കൊടുത്തിരിക്കുക വല്യമ്മയ്ക്ക്. എന്നാലും എന്റെ മോളെ, അവള് കൊടുക്കുന്ന കൈവശം എന്തായിരിക്കും? അതറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോൾക്ക് അത് അനിയന്റെ അടുത്തെങ്കിലും പഴുത്തി നോക്കായിരുന്നു. നീയേ അവളുടെ കൂടെ കൂടി പഠിച്ചോ, അതാ ഇപ്പൊ നല്ലത്. അച്ഛൻ എനിക്ക് ഇത് തന്നെ പറഞ്ഞു തരണം കേട്ടോ. അവളുടെ മുന്നിൽ ജയിക്കാൻ കഴിയാത്തതിനുള്ള ദേഷ്യം എനിക്ക് നല്ല രീതിക്കുണ്ട്. അതിന്റെ വിഷമത്തിലാ അച്ഛന്റെ അമ്മയുടെ കൂടെ വന്ന് കുറച്ചു നേരം ഞാൻ പുറത്ത് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോഴും അവൾ എന്നെ തോപ്പിച്ചോണ്ടിരിക്കുക, ഇതുപോലുള്ള കാഴ്ചകൾ കാണിച്ചു തന്നിട്ട്. ഏതായാലും അവളെ ഇപ്പൊ ശകാരിക്കുന്നൊന്നുമില്ല. ഇപ്പം ഭയങ്കര ഹാപ്പിയാ അമ്മായിയമ്മയും മരുമക്കളും. അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്തായാലും മോള് വിചാരിച്ചാലേ സാധിക്കൂ. ആ ദേവ്യാനിയെ അവളിലേക്ക് അധികവും അടുപ്പിക്കരുത്. അതിന്റെ ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം. അച്ഛാ, എന്തിനാ അച്ഛൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എനിക്കിത് കാണാൻ വയ്യ. അച്ഛൻ ഇന്ന് വണ്ടി എടുക്ക്. മോളെ നിക്ക്, അവരെങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് കാണാലോ. അവരെങ്ങോട്ടെങ്കിലും പോവട്ടെ, അതിന് നമുക്കെന്താ അച്ഛാ? അവളെ മിക്കവാറും അവളുടെ വീട്ടിലേക്കാണെങ്കിലോ ഇതുവഴി പോയ അവളുടെ വീട്ടിലോട്ടെത്തും. അത് ശരിയാണല്ലോ മോളെ. ഈ ദേവയാനിക്ക് ഇവരുടെ വീട്ടിലോട്ട് പോകുന്ന പോലും ഇഷ്ടമല്ലായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ അവര് പോവോ? അതൊന്നും പറയാൻ പറ്റില്ല. അവൾ അവിടെ ചെന്ന് വിളിച്ചോണ്ട് വന്നതാ വല്യമ്മ. ഇനിയിപ്പൊ പോവോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. പിന്നെ കാണിക്കുന്നത് ദേവയാനിയും നയനിയും ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് കാറിൽ കയറുന്നതാണ്. അങ്ങനെ കാറ് നേരെ തിരിയുന്നത് നയനയുടെ വീട്ടിലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ച പോലെ തന്നെയായി. വല്യമ്മ അവളുടെ വീട്ടിലോട്ട് തന്നെയാ പോകുന്നത്. എന്തിനാ വേണുവേട്ടെ ഇനി നോക്കി നിൽക്കുന്നത്? നിങ്ങൾ വണ്ടി എടുത്തേ, ഇതൊന്നും കാണാൻ എനിക്ക് പറ്റില്ല. എന്തായാലും അവര് വണ്ടി എടുത്ത് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവയാനിയും നയനിയും നന്ദാവനത്തിൽ ഇറങ്ങുന്നതാണ്. ഇവരുടെ കാറിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ നന്ദു ഓടി താഴേക്ക് എത്തുന്നുണ്ട്. ആഹാ ചേച്ചി, ഇന്ന് ഓഫീസിലായിരുന്നോ? ഉണ്ടായിരുന്നു. അവിടെ പോയി വരുന്ന വഴിയാ മോളെ. ആദർശേട്ടൻ ഇന്ന് കുറച്ച് ലേറ്റ് ആവും. അപ്പൊ പിന്നെ ഞാൻ അമ്മയുടെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങി. ആന്റിക്ക് സുഖമല്ലേ? എനിക്ക് സുഖം തന്നെ. അവിടെ നിൽക്കാതെ ഉള്ളിലേക്ക് കയറി ആന്റി. അങ്ങനെ അവരെല്ലാം അകത്തോട്ട് വരുമ്പോഴാണ് കനക കിച്ചണിന്ന് ഒരു ചട്ടകവും പിടിച്ച് ഓടി വരുന്നത്. അയ്യോ, ഇത് ആരൊക്കെയാ? ദേവിയനി ചേച്ചി, സുഖമല്ലേ? എനിക്ക് സുഖം. എന്താ കനക കിച്ചണിൽ തകർപ്പൻ പണിയിലായിരുന്നു തോന്നുന്നു. അത് പിന്നെ ഇത്രയും നേരം ഗോവിന്ദേട്ടന് കളിമണ്ണ് ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടി ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാനും നന്ദൂട്ടനും കൂടി ചെയ്തു കൊടുക്കും. അങ്ങനെ കുറച്ച് സമയം പോയി. ഭർത്താവിനെ സഹായിക്കുന്നതൊക്കെ നല്ലതല്ലേ? അല്ല ചേച്ചി എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ടിരിക്കേ. ഏയ് ഇരിക്കുന്നൊന്നുമില്ല. ഇതിലൂടെ അങ്ങോട്ട് പോയപ്പോ ഇവളും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഇവിടെ അടുത്തല്ലേ നിങ്ങളുടെ വീടെന്ന് കരുതി കയറിയതാ. ഇനി ഇടയ്ക്കൊക്കെ ഇവളെ ഇവിടെ വന്ന് കാണിച്ചല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവൾ ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് വാശി പിടിച്ച് ഇങ്ങോട്ട് ഓടി വന്നാലോ? പിന്നെ ബാക്കിയുള്ളവർ എന്നെ വഴി പറയും. അപ്പൊ കനക മനസ്സിൽ കരുതുന്നുണ്ട്, എല്ലാത്തിനും ഇവർക്ക് ഈ ഒരു ഡയലോഗ് തന്നെയാണല്ലോ. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് കണക്ട് ആവുന്നില്ല. എന്താ കനക ചിന്തിക്കുന്നത്? ഒന്നുമില്ല. അതെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ. നിങ്ങൾ ഇരിക്കി. ഒന്നും വേണ്ട കനകെ, പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. ഇവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചില്ലെന്ന് പറഞ്ഞാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി വെള്ളം കുടിക്കാൻ പിന്നൊരു ദിവസവും വരാലോ. ഇനിയിപ്പോ പഴയ പോലെ അല്ലല്ലോ. മൂർച്ചപ്പെടുത്തിയില്ലേ ഈ ബന്ധം. അതുകൊണ്ട് ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് വരണ്ട്. എന്തായാലും സമയം കളയുന്നില്ല, ഞങ്ങൾ ഇറങ്ങുവാ. നിങ്ങളും ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വാ. എന്തായാലും ദേവ്യാനിയുടെ സംസാരം നന്ദുവിനും കനകയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ.
പണ്ട് ഇതിലും മോശമായിട്ടായിരുന്നു ദേവ്യാനി സംസാരിക്കാറ്. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, ആ ഒരു കാര്യം മറന്നു നന്ദു, എന്തായി നിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ? ഇപ്പോ ടെസ്റ്റ് ചെയ്ത് പാസ്സായിരിക്കുകയാണല്ലോ, ഇനി അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നീ തെരഞ്ഞെടുത്ത പ്രൊഫഷൻ കൊള്ളാം, ഇനിയിപ്പോ നമുക്ക് ഒരു പോലീസുകാരിയെ കിട്ടിയല്ലോ. ഇത് പറഞ്ഞ് അവര് തമ്മിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, ആ നയനെ നിനക്കിവിടെ നിൽക്കണോ? വൈകിട്ട് വരണമെങ്കിൽ ആദർശിന്റെ കൂടെ വരാം. ഏയ് അത് വേണ്ടമ്മേ, ഞാനിങ്ങോട്ട് 2 ദിവസം മുന്നേ വന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ നിൽക്കാനൊന്നും ഞാൻ വിടുന്നില്ല. കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞാൽ ഇവക്ക് തോന്നുവാണെങ്കിൽ കുറച്ചു ദിവസം ഇങ്ങോട്ട് നിൽക്കാൻ വിടാം. അതൊക്കെ ദേവ്യാനി ചേച്ചിയുടെ ഇഷ്ടം പോലെ. എന്നിട്ട് കനക പറയുന്നുണ്ട്, എന്തായാലും എന്റെ മോളെ ചേച്ചി മനസ്സിലാക്കിയാൽ മാത്രം മതി. പാവം എന്റെ മോള് ആരെയും ഒരിക്കലും വേദനിപ്പിക്കില്ല. ആ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവക്ക് കൊള്ളാം. എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാല്ലേ നയനെ? ആ അല്ല, ഗോവിന്ദൻ ഇവിടെ പോയി? കുറച്ച് ശില്പമായിട്ട് പുറത്തോട്ട് പോയിരിക്കുക, കുറച്ച് കഴിയും ഇനി വരാൻ. ആ എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. എന്തായാലും നിങ്ങൾ ഗോവിന്ദനോട് പറ വന്നിട്ടുണ്ടെന്ന്. ശരി ചേച്ചി. ആ സമയത്ത് നയനയുടെ ചെവിട്ട് പോയിട്ട് നന്ദു പറയുന്നുണ്ട്, ചേച്ചി നിന്റെ അമ്മായിയമ്മയ്ക്ക് നല്ല മാറ്റമാണല്ലോ ഇപ്പോ. ദേ നന്ദു ഒന്നും മിണ്ടാതിരുന്നേ, ഇനി അത് കേട്ടിട്ട് വേണം. അയ്യോ ഞാനൊന്നും മിണ്ടുന്നില്ലേ. ഇതും പറഞ്ഞ് അവരവരുടെ യാത്ര അയക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിൽ എത്തുന്നതാണ്. എത്തിയ പാടത്തന്നെ ദേവ്യാനി പറയുന്നുണ്ട്, അയ്യോ നിനക്ക് വിശക്കുന്നുണ്ടാകില്ലേ? നീ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ ഇരിക്ക്, ഞാൻ വിളമ്പി തരാം. അമ്മേ അതൊന്നും വേണ്ട, അമ്മ പോയി ഫ്രഷ് ആയിക്കോ, ഞാൻ എടുത്ത് കഴിച്ചോളാം. ഏയ് അത് പറഞ്ഞാൽ പറ്റില്ല, നീ ഇവിടെ ഇരിക്കി. ആ സമയത്ത് നയനയ്ക്ക് എന്തോ ഒരു വയറുവേദന പോലെ കേട്ടോ. ആ അയ്യോ ഇത് കേട്ടപ്പോ ദേവ്യാനിക്ക് ആകെ പേടിയാവണ്ടോ. ദേവ്യാനി ചെന്നിട്ട് പറയുന്നുണ്ട്, എന്താ എന്ത് പറ്റി നയനെ? അമ്മേ എന്തോ എനിക്ക് ഇവിടുന്ന് വല്ലാത്തൊരു വേദന പോലെ. അങ്ങനെ ദേവ്യാനി ചൈറ് വലിച്ചിട്ടെടുത്തിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇവിടെ ഇരിക്ക്, ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാ ഇത്. ദേ സമയത്തിന് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. എന്തിനാ മോളെ നീ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത്? ഇതും പറഞ്ഞ് ദേവ്യാനിയുടെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നയന നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നയന ഇത് ആക്ട് ചെയ്യുന്നത് തന്നെയാണ്. നയനയ്ക്ക് എന്തൊക്കെയോ മനസ്സിലൊരു സംശയമുണ്ട്. ദേവ്യാനിക്ക് നയനയോട് ഉള്ളറിഞ്ഞ സ്നേഹം ഉണ്ട് എന്നുള്ളത്. അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നയന ഈ ഉടായ്പൊക്കെ ഇറക്കുന്നത്. സകല ഉടായ്പും പയറ്റി നോക്കുന്നുണ്ട് നയന. എന്തായെന്ന് അറിയില്ല അമ്മേ. അയ്യോ എനിക്ക് എവിടെയാ വേദന അമ്മേ. ഇത് കണ്ടപ്പോ ദേവ്യാനി മനസ്സിൽ കരുതുന്നുണ്ട്, ഇത് ഓപ്പറേഷൻ ചെയ്ത ഭാഗമല്ലേ, ഇതെന്താ ഇപ്പൊ ഇവിടെ വേദന? മോളെ എന്നാ പിന്നെ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. ഏയ് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അമ്മേ, നന്നായിട്ട് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കുക ആദ്യം. എന്തായാലും ദേവ്യാനി ഓടിപ്പോയിട്ട് ഭക്ഷണമൊക്കെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ ടേബിളിൽ. എന്നിട്ട് നയനയ്ക്ക് പെട്ടെന്ന് തന്നെ വിളമ്പി കൊടുക്കുന്നുണ്ട്. മോളെ ഇത് പെട്ടെന്ന് കഴിക്കി, അമ്മയും കൂടി എന്റെ കൂടെ ഇരിക്കി. അതെന്തിനാ? ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയും കൂടി എന്റെ കൂടെ ഇരിക്കണം. ഇതും പറഞ്ഞ് ദേവ്യാനി തൊട്ടപ്പുറത്തെ സീറ്റിൽ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നയനയുടെ ഇഷ്ടം പോലെ തന്നെ ദേവ്യാനി ഒരു പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പിട്ട് കഴിക്കാൻ ഒരുങ്ങാണ്. ആ സമയത്ത് ദേവ്യാനിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. കണ്ണൊക്കെ നല്ല ചുവന്നിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നയനയ്ക്ക് കാര്യമൊക്കെ ഏകദേശം പിടികിട്ടുകയാണ്. എന്തായാലും നയന മനസ്സിൽ കരുതുന്നുണ്ട്, ഞാനിപ്പോ ഭക്ഷണം കഴിക്കുന്നതെന്ന് ഒരു ഉരുളയെടുത്ത് അമ്മയ്ക്ക് കൊടുത്താലോ? അങ്ങനെ കൊടുത്താൽ അത് അമ്മ കഴിച്ചാൽ അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് അർത്ഥം. അപ്പം മനസ്സിലാക്കാം അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നയന പ്ലേറ്റിലുള്ള ഫുഡിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ദേവേനെ അടുത്തേക്ക് വെച്ച് നീട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇത് കഴിക്കി. മോളെ ഇപ്പൊ മോൾക്കല്ലേ വിശക്കുന്നത്, മോൾ ആദ്യം കഴിക്കി. അത് പറഞ്ഞാൽ പറ്റില്ല, അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇത് കഴിക്കണം. എന്തായാലും ദേവ്യാനി ആ സഹതാപത്തിലെ പറച്ചിലിന് മുന്നിൽ ആകെ വീണു പോവുകയാണ് കേട്ടോ. ദേവ്യാനി സങ്കടപ്പെട്ടുകൊണ്ട് വാ തുറന്നു കൊടുക്കുന്നുണ്ട് നയനിക്ക്. അങ്ങനെ അവരറിയാതെ പരസ്പരം ഷെയർ ചെയ്തു പോവാണ്. ദേവ്യാനിയുടെ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് നയനിക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അമ്മായിയും മരുമകളും സത്യം പറഞ്ഞ ഒന്നിച്ചു കേട്ടോ. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് മറ്റാരുമല്ല കേട്ടോ, ആ അനാമിക തന്നെയാണ് പിന്നെയും നിൽക്കുന്നത്. ആകെ ദേഷ്യം പിടിച്ച ഒരു പിശാചിന്റെ രൂപത്തിലാണ് അനാമിക നിൽക്കുന്നത്. എന്തു ചെയ്യാൻ മടിയില്ലാത്തതുപോലെ അനാമിക ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ എത്രത്തോളം നെക്സ്റ്റ് എപ്പിസോഡൊന്നും കമൻറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയുള്ള ഉത്സാഹം കൂടുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്, ലവ് യു all.